ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായി ഉണ്ടായ മുറിവുണക്കാൻ സംസ്ഥാന ബി.ജെ.പി. വിവിധ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാവ എന്നിവരെ ഇന്നലെ തന്നെ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ജാമ്യം കിട്ടിയതോടെ സഭയും അയഞ്ഞ നിലപാടിലാണ് ഇപ്പോൾ. സഭ നടത്തിയ സമരങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായി എന്നതായിരുന്നു ബി.ജെ.പി. നേതാക്കളുടെ ആരോപണം. ജി ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, സഭകളുമായുള്ള ബന്ധം ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബി.ജെ.പി. നേതൃത്വത്തിന് കഴിയണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് ദേശീയ നേതൃത്വത്തിൽ നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിരിക്കണം. പക്ഷേ സഭകൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. പക്ഷേ വിവിധ ക്രൈസ്തവ സഭകൾ ഇക്കാര്യത്തിൽ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ബി.ജെ.പിയോട് ഏത് സമീപനമാണോ അതേ സമീപനം തുടരും എന്നുള്ള ഒരു ഉറപ്പാണോ നൽകിയിരിക്കുന്നത്? അങ്ങനെ പക്ഷേ പറ്റുമോ സഭകൾക്ക്? വിശ്വാസികളെ കൂടി കണക്കിലെടുക്കേണ്ടി വരുമല്ലോ. മഞ്ജുഷ, വിശ്വാസികൾക്കിടയിൽ ഉണ്ടായ വലിയ എതിർപ്പാണ് ഫലത്തിൽ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല, സഭാപിതാക്കന്മാർ, വിവിധ ബിഷപ്പുമാരൊക്കെ ബി.ജെ.പിക്കെതിരെ അടക്കം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ബി.ജെ.പിയെ ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയത്. അതായത് ഫലത്തിൽ സഹായിക്കാൻ ചെന്ന ക്രൈസ്തവ സംഘടനകളും ബി.ജെ.പി കൈവിടുന്നു. ഇപ്പുറത്തുള്ള ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും അവിടെ ശക്തമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനാണ്, തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുക, ഈ പ്രശ്നം പരിഹരിക്കാനാണ് പലതരത്തിലുള്ള ചർച്ചകളിലേക്ക് ബി.ജെ.പി നടക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തുള്ള സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി ഷോൺ ജോർജാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ ഇന്നലെ തന്നെ ക്ലീമീസ് കാത്തോലിക്ക ബാവയും മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അദ്ദേഹത്തെയും കണ്ട് അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്നാണ് അറിയുന്നത്. ഇന്നും പല നേതാക്കളെയും കാണാൻ തീരുമാനിച്ചിരുന്നു. ലത്തീൻ സഭയുടെ അടക്കമുള്ള ബിഷപ്പുമാരെയൊക്കെ കാണാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവർ കൊച്ചിയിലാണുള്ളത്. KCBCയുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ഈ നേതാക്കളിലേക്കൊക്കെ, ഈ ബിഷപ്പുമാരിലേക്കൊക്കെ എത്താനുള്ള ഒരു നീക്കമാണ് ഫലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒന്ന്, ബി.ജെ.പി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? ഇത് കേവലം ബി.ജെ.പി ഇടപെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഈ രണ്ടുപേരുടെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവിടെ ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കാതിരുന്നത്. ഇത് ഫലത്തിൽ ബോധ്യപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ വലിയൊരു സഹായമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിക്കാനും ഉള്ള ശ്രമമാണ് ഉണ്ടാകുക. രണ്ടാമത്തത്, ഇന്നലെ ഷോൺ ജോർജ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ആരോപണമാണ് പ്രധാനപ്പെട്ടത്. ഈ സഭകളുടെ അടക്കം തെരുവിൽ നടന്ന പല സംഭവങ്ങളിലും പല തീവ്ര മുസ്ലിം സംഘടനകളുടെ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ചിത്രങ്ങളടക്കമുണ്ട് എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ആരോപണം. ഇത് സഭാ നേതൃത്വത്തെ കാണിക്കുക എന്ന അടക്കമുള്ള തന്ത്രങ്ങളും ഫലത്തിൽ ഉണ്ട്. ഫലത്തിൽ ബി.ജെ.പിക്കെതിരെ ഇപ്പോൾ നടന്ന സമരം അത് അസ്വാഭാവികമായ നിലയിലാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഒരു വിലയിരുത്തൽ ഉള്ളത്. നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണുള്ളത്. നേരത്തെ മഞ്ജുഷ് ചോദിച്ചത്, ഇതിങ്ങനെ തന്നെ പഴയതുപോലെ എത്തുമോ, സഭാ നേതാക്കൾ തന്നെ അതേപോലെ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷെ ഷോൺ ജോർജ് പറയുന്ന കാര്യമുണ്ടല്ലോ, മുസ്ലിം സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായി എന്ന്. പക്ഷേ ഈ മാർച്ചും പ്രതിഷേധ സമരങ്ങളും ഒക്കെ നടന്നത് സഭാ മേലധ്യക്ഷന്മാരുടെ കൂടി സാന്നിധ്യത്തിലാണ്. ഉദാഹരണത്തിന് ക്ലിമിസ് ബാവ നേരിട്ട് ഇത്തരത്തിലുള്ള സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ആളുകൾ നുഴഞ്ഞു കയറി, SDP ആളുകൾ നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോൾ അത് സഭയ്ക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അതായത് സഭയ്ക്ക് സ്വയം തങ്ങളുടെ സമരങ്ങളിൽ നിയന്ത്രണം ഇല്ലാതായിപ്പോയി എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായി മാറുകയില്ലേ? അതുകൊണ്ട് തന്നെ ബി.ജെ.പി ആ വിഷയം ഇനി കൂടുതലായിട്ട് ഉന്നയിക്കുമോ ശ്രീജിത്ത്? മഞ്ജുഷ, അത് ഉന്നയിക്കുമെന്ന് തന്നെയാണ് നേതാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു പരസ്യമായ ഉന്നയിക്കലല്ല. നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ ബിഷപ്പുമാർ തെരുവിലിറങ്ങി നടന്നൊരു സമരം കൂടിയാണ്. ഏതാണ്ട് എല്ലാ സ്ഥലത്തും ബിഷപ്പുമാരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ. പാലയിലാണെങ്കിൽ ജോസഫ് കല്ലറങ്ങാട്ടാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അങ്ങനെ സഭാ നേതൃത്വം, കന്യാസ്ത്രീകൾ, വൈദികരൊക്കെ തെരുവിലിറങ്ങി നടത്തിയൊരു സമരമാണിത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആരോപണം ഫലത്തിൽ ഉന്നയിച്ചാൽ അത് സഭാ നേതൃത്വത്തിനല്ലേ, എതിരല്ലേ എന്ന ചോദ്യം കൂടി ഉന്നയിക്കുമ്പോൾ ഇതിന്റെ ചിത്രങ്ങളും അടക്കമുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. പല പ്രാദേശിക